ഇരിക്കാരികളെ നമ്മൾ ആവശ്യത്തിൽ കണ്ടാൽ മതി. ഞാൻ എൻ്റെ രാവിലെ ക്ലാസ്സിന് പോരുമ്പോൾ നമ്മളെ വാർഡിലെ പിന്നെ സ്ഥാനാർത്ഥി, നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചു എന്ന്, ഓൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു, ലഡുവും കൊണ്ട് ഇവിടെ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പേര് ഇനി വരൂല, ഇനി വരാറുണ്ട്. മനസ്സിലായ? ഇനി ഓളടുത്ത് അങ്ങോട്ട് പോയി പറഞ്ഞാലും എൻ്റെ ആവശ്യം നടക്കൂല. എന്തുകൊണ്ട്? ഇതുവരെ നടന്നത് ഓളാവശ്യം, ഇനി നടക്കാൻ പോണത് എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം നടക്കൂല, ഓലാവശ്യം നടക്കും, അതുറപ്പ്. എന്തുകൊണ്ട്? മനുഷ്യൻ ഉപകാരത്തുമ്മലേ നോക്കുള്ളൂ. മനുഷ്യൻ അക്രമ്യ, ഇന്നഹു കാന ളലൂമൻ, അക്രമ്യ. ഒരു ഉപകാരം കിട്ടണം, ഉപകാരമാണ് വിഷയം. ഇത് ആർക്കില്ല. അല്ലാഹു ആരാ? അല്ലാഹുവിന് എന്റെ ഉപകാരം വേണ്ടല്ലോ. വനിലാഹല്ലേ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. മനസ്സിലായി? എന്തായി അല്ലാഹു സമദാനിയത്തിന്റെ അർത്ഥം എന്താ? ലാ യഹ്താജു ഇലാ അയ്യി ഷൈഇൻ, ഒന്നിലേക്കും അവന് ഹുവൽ ഗനിയ്യു മിൻ കുല്ലി ഷൈഇൻ വയഹ്താജു ഇലൈഹി മാ സിവാഹു. ഇതാണ് സമദ് എന്ന വാക്കിന്റെ അർത്ഥം. ഹുവൽ ഗനിയ്യു മിൻ കുല്ലി ഷൈഇ. ദലീലു സായിലീൻ എന്നൊരു കിതാബുണ്ട്, കുറെ ഇബറത്തുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കിതാബിൽ ബഹുമാനപ്പെട്ട മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൗല് കൊടുത്തിട്ടുണ്ട്. എന്താ കൗല്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഡമാസ്കസിലെ ഞാൻ താമസിച്ചിരുന്നു. ഞാൻ താമസിക്കുന്നതിന് പരിസരത്തിൽ ചെറിയ ആരാധനാലയം, ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു. ആ പള്ളിയിലാണ് ഞങ്ങൾ നിസ്കരിക്കുക. അങ്ങനെ ഞാൻ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? പള്ളിയിൽ ഒരു ആളുണ്ട്. ഈ രാത്രി അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടല്ലോ, എന്തെങ്കിലും എടുത്തിട്ട് അയാൾ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കേൾക്ക്. ദലീലു സായിലീൻ എന്നൊരു കിതാബുണ്ട്. ആ കിതാബ് എന്നാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ കുറെ ഇബറുകളുള്ള ഒരു കിതാബാണത്. അപ്പോൾ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വീട്ടിലുള്ള ഭക്ഷണം എടുത്തിട്ട് ഒരു തളികയിലാക്കി പള്ളിയിലേക്ക് ഓടി. സ്വപ്നം കണ്ടതാണ്. ആ പള്ളിയിൽ ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, കൊണ്ടേ കൊടുക്കുക. അപ്പോൾ ഭക്ഷണം തളിക എടുത്ത് ഓടി ചെന്നൊക്കെ പറഞ്ഞതുപോലെ അയാൾ കണ്ടതുപോലെ, സ്വപ്നത്തെ കണ്ടതുപോലത്തെ ആളെന്നെ, അയാൾ തന്നെ ആ സ്വപ്നത്തെ കണ്ടത്. അപ്പോൾ ഇയാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്. ആ സുന്നത്ത് നിസ്കാരം കണ്ട് ഭക്ഷണ തളിക അവിടെ വെച്ച് അവിടെ അങ്ങനെ നിന്നു. ഭക്ഷണ തളിക നിസ്കാരം കഴിഞ്ഞു. പിന്നെ അയാൾക്ക് ഒന്നും പറയേണ്ട പോലും വന്നില്ല. അയാൾ വേഗം പോയി എന്ത് ചെയ്തു? കൈ കഴുകി വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സന്തോഷത്തിൽ ഇയാൾ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ കണ്ടിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, വർത്താനൊന്നും ഉണ്ടായില്ല. തിരിച്ചു പോരാൻ ഒരുങ്ങിയപ്പോൾ മാലിക് ബിൻ ദീനാർ സന്തോഷമായി. മാലിക് ബിൻ ദീനാറിന് ഒരു സാലിഹായ മനുഷ്യന് അള്ളാഹു എനിക്ക് തന്ന ഇശാറത്ത് അനുസരിച്ച് ഈ രാത്രി ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അങ്ങനെ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞ് സന്തോഷിച്ച് തിരിച്ചു പോന്നപ്പോൾ പറഞ്ഞു, ഹാദാ ബൈതി, ഇതാണ് എൻ്റെ പേര. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തട്ടിയാൽ മതി എന്നാണ്. അപ്പൊ പറഞ്ഞു, എൻ്റെ കഴിച്ച ഭക്ഷണം വിശന്നു, വേണ്ടില്ലായിരുന്നു. അല്ല, ഇത് വലിയൊരാള് എന്നെ ഈ രാത്രി എനക്ക് റബ്ബിൽ നിന്ന് ഇശാറത്ത് കിട്ടിയാലല്ലേ ഇജ് വരുള്ളൂ. അപ്പം അങ്ങനത്തെ ആള്, അത്തരം അള്ളാഹുവിലേക്ക് എടുത്ത ഒരു നല്ല മുതവക്കിലായ ഒരു മഹാനായ മനുഷ്യൻ്റെ ഭക്ഷണമാണല്ലോ ഈ രാത്രി. അത് അത്രയും ഹലാലും തൊയ്യിബായ നല്ല ഭക്ഷണമല്ലേ. ആ ഭക്ഷണം അത്രയും സ്വാലിഹായ അള്ളാഹുവിന് അടുത്തൊരു വ്യക്തിയുടെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലോ എന്നാണ് ഈ ഭക്ഷണം കഴിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് പോകാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞത് കൊണ്ട് എനിക്ക് മനസ്സിലായി, എന്ത് എനക്ക് അന്തേല്ല. എന്തുകൊണ്ട്? എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ മഞ്ഞ് കൊള്ളണം, നട്ടപ്പാതിരക്ക് വാതിൽ മുട്ടണം,
എന്നിട്ട് ഉറങ്ങണം എന്നെ വിളിച്ചോണത്തണം. ഇത് ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു ഈ രാത്രി. ആ ഭക്ഷണം കഴിക്കാത്ത എന്നെ ഞാൻ നിന്റെ വീട്ടിൽ വരാതെ തന്നെ നിന്റെ വീട്ടിലെ ഭക്ഷണവുമായി ഇവിടെ എത്തിച്ച എൻ്റെ റബ്ബ് ഇപ്പോഴും ഉറങ്ങാതെ കാത്തിരിക്കവേ ഉറങ്ങിക്കിടക്കണം നിന്റെ വീട്ടിൽ വന്ന് വാതിൽ മുട്ടാൻ എന്നോട് പറഞ്ഞ വിട്ടിയെ നിന്റെ ഭക്ഷണമല്ലോ ഇന്ന് രാത്രി ഞാൻ കഴിച്ചത്. എങ്ങനെയുണ്ട്? ഞാൻ തലതാഴ്ത്തി. ആര് പറയാ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? മുഅ്മിനൊരു പേടിയില്ല, മുഅ്മിനൊരു പേടിയില്ല. സർക്കാർ SIR എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഉണ്ടോ അല്ലേ? ശരി, അത് പറഞ്ഞു കൊടുക്കേണ്ട പണിയായിരിക്കാം. എങ്ങനെയാണ് SIRന്റെ ഫോം പൂരിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട പണിയായിരിക്കാണ്. ഉദ്യോഗസ്ഥനല്ലേ? മൂല്യൻ എന്തിനാണ് യൂട്യൂബിൽ ഇറങ്ങുന്നത്? എത്ര മൂല്യന്മാരാണ് യൂട്യൂബിൽ ഇങ്ങനെ പൂരിപ്പിക്കണം, അങ്ങനെ പൂരിപ്പിക്കണം. ബനാര പറയേണ്ട ആവശ്യണ്ട. ബനാര് ആണോ അല്ലേ? പറയും മനുഷ്യന്മാര്. അയ്യയ്യയ്യയ്യ, നാണക്കേട്. മൂല്യര പണിയല്ലല്ലോ. ആരെങ്കിലും പൂരിപ്പിക്കാതെ പോയാലോ? ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയാൽ നിങ്ങൾക്ക് എന്താ? പുറത്താക്കണോ അത്താക്കണോ? പുറത്താക്കണൊരാര്? പരട ചെങ്ങായി. പുറത്താക്കണൊരാര്? അല്ലാഹ്. അകത്താക്കണൊരാര്? അല്ലാഹ്. പിന്നെന്താ? ഇതാ മുത്തവക്കില്. അപ്പം നമ്മൾ എടുക്കേണ്ട ഒരു തവക്കുലും നമുക്കില്ല. ഒരു തവക്കുല് നമ്മൾ ജനങ്ങളോട്ട് പഠിപ്പിക്കൂല. ഒരു ജുമാക്ക് പോയാൽ പോലും പറയുന്നത് ജുമാന്റെ മുമ്പ് ഒരു പ്രസംഗം ഖൈറല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹിനെ തവക്കൂല, അള്ളാഹുവിലേക്ക് അഭയം കേൾക്കൂല. നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കൂല. മൂല്യയിലെടുക്കേണ്ട പണി മൂല്യെടുക്കൂല. മൂല്യയിലെടുക്കേണ്ടത് മുമ്മിന്റെ പണിയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഇവിടെ ഏത് കളിയും ശൈത്താൻ്റെതാണ്. എന്നാൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ ദാസന്മാർക്ക് മേൽ നിനക്കൊരു അധികാരവും ഇല്ല. വകഫാ ബിറബ്ബിക വകീലാ, നിന്റെ റബ്ബായ ഞാൻ മതിയാവും അവർക്ക്. ഇജ് ബേജാറാണ്ട. സത്യല്ലേ? പറയണ സത്യം. എന്തിനു പഠിക്കണം? എല്ലാവരും കടലിൽ കയറിയാണെങ്കിൽ എറിഞ്ഞോട്ടെ. അപ്പൊ കടലിൽ കയറി മരിക്കണം. പക്ഷെ ഇതിൻ്റെ കൂലിട്ടും നമ്മൾ ചെയ്യേണ്ട പണിയുണ്ട്. അതിൻ്റെ ആളുണ്ട് അല്ലേ? പറയും ചങ്ങായിമാരെ, അതിൻ്റെ ആളില്ലേ? ഇവിടെയൊക്കെ സർക്കാർ ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അത് രാഷ്ട്രീയ, അതിൻ്റെ അപ്പുറം രാഷ്ട്രീയക്കാരുണ്ട്. ഓർക്കും പണിയുണ്ട്. ഇതാരെ പണിയല്ല, മൂല്യേരെ പണിയല്ലല്ലോ. SIR ഫോം ഇങ്ങനെ പൂരിപ്പിക്കുക. മൂല്യേരെ പണി സിറാത്ത് പാൽ എങ്ങനെ കടത്തി തരണം, ഇതല്ലട ചങ്ങായി മൂല്യേരെ പണി. മൂല്യേരെ പണി എന്താടാ? പറയടാ, എന്താടാ മൂല്യേരെ പണി? എന്താടാ മൂല്യേരെ പണി? മൂല്യേരെ പണി എന്താ? ജനങ്ങളെ എവിടുന്ന് കടത്തി കൊടുക്കുക? അതല്ല എല്ലാ മൂല്യരും എടുത്ത് മരിച്ചാലും അപ്പം തന്നെ. ونجني من لظى فيها مهالك سلطان كل ولي محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني بسر فؤادي صراطا أنت سالك فالله أعطاكه فأنت مالكه ونجني من لظى فيها مهالك سلطان كل ولي محي الدين. ഷെയ്ഖ് അബ്ദുൽ ഖാദറിനോട് പറയാണ്, മനുഷ്യന്മാര് എന്ത്? ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികൂ, നിങ്ങൾ ഭംഗിയായി അതിലെ പോവും. ആ സിറാത്ത് പാലത്തിൽ നരിയാക്ക് കയറാൻ എൻ്റെ കണ്ണിനും കാഴ്ച കിട്ടാൻ നിങ്ങളൊരു കാരണമാകണം. ഫല്ലാഹു അഅതാകൂ, അതിനൊക്കെയുള്ള അധികാരം അള്ളാഹു നിങ്ങൾക്ക്. ഫഅൻത മാലിക്കുഹു, മാലിക്കിൻ്റെ അർത്ഥം ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്.
ഈ ലോകം മുഴുവനും അല്ലാഹുവിന്റെ കയ്യിലേൽപ്പിക്കും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക, അല്ലാഹു അവൻ്റെ മുൽക്ക് അങ്ങനെ തന്നെ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പം ഏഴാകാശം ഭൂമിയും എന്ത് ചെയ്യാനും അധികാരം അല്ലാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് കൊടുക്കൂലെന്ന് ഇജ്ജെന്തിനാ പറയുന്നത്? നമുക്ക് അള്ളാഹല്ലേ പറഞ്ഞു തുഅ്തിൽ മുൽക മൻ തശാ. മനസ്സിലായോ? എൻ്റെ കണ്ണ് വേദനയല്ലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ റസൂല് ചന്ദ്രനെ പിളർത്തി എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ഭുതമല്ല. ആകാശം മുഴുവൻ നബി ഇങ്ങനെ 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 കാട്ടിയിട്ട് പത്തിരിപ്പൊടി കാട്ടും പോലെ കാട്ടിയിട്ട് പീസാക്കിയിട്ട് ഒരു ഇത്ര പോകുന്ന ഒരു ടെക്സ്റ്റൈലിൻ്റെ കവറിൻ്റെ അടിയിൽ ഇട്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ഭുതമല്ല. എന്തുകൊണ്ട്? അള്ളാഹു മുൽക്കിനെ കൊടുക്കാൻ ഒരാൾ ഈ ലോകത്തെ ഏറ്റവും അർഹതപ്പെട്ടവനാരാ? ഹബീബ നബി അല്ലേ? കൊടുക്കുന്ന പറഞ്ഞാൽ എന്തോ കൊടുക്കുന്നല്ലോ, മുൽക്കനെ കൊടുക്കുന്നു. മുൽക്കിൻ്റെ മാലിക്കായ റബ്ബ് ആ മുൽക്കാർക്ക് അതിൻ്റെ അർത്ഥം അതല്ല എന്ന് പറയാൻ ആണുങ്ങളുണ്ടെങ്കിൽ വരിടാ. അള്ളാഹ് കൊടുക്കും. എന്ത് കൊടുക്കും? എന്തും കൊടുക്കും. എന്തും ഇലാഹായി കൊടുക്കൂല, അത് അവനാണ്. പിന്നെ ബാക്കവൻ്റെ മുൽക്കുക അത് ആർക്കും കൊടുക്കും എന്ന് എന്തിലുണ്ട്? ഖുർആനിലുണ്ട്. ഇങ്ങെന്താ വ്യാഖ്യാനല്ലടാ, ഇതിന് മാന വെക്കടാ. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് മുൽക്കന്നെ കൊടുക്കും. അധികാരം എന്തിൻ ബില്ലിത്തിലാക്ക് എന്തു കൊടുക്കും. 4 വിമാനം CM നിയന്ത്രിച്ചോ ഇല്ലേ എന്നത് നിന്റെ വിഷയമല്ല കേട്ടോ. പക്ഷെ അതിൻ്റെ പേരിൽ 4 കൊല്ലായി സുന്നി മൂല്യന്മാർ തല്ലൂടുക. ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷേ 4 വിമാനമല്ല 40,000 വിമാനവും നിയന്ത്രിക്കാൻ അള്ളാഹു മുൽക്ക് കൊടുത്തവർക്ക് കഴിയില്ലേ? നിങ്ങളെന്തിനാ ഞങ്ങൾ മൈലൻ തർക്കിക്കുന്നത്? ഞാൻ രണ്ടും പറയണില്ല കൊടുത്തു. പക്ഷെ അത് വിദൂരല്ല ഒരു വലിയന്. എന്തുകൊണ്ട്? വലിയ മന്തഷാവിൽപ്പെടും അല്ലേ? പറയും മനുഷ്യന്മാർ. അറബിക്കടലിൻ്റെ വെള്ളം ഇപ്പം വറ്റിക്കാൻ ഒരു വലിയ വിചാരിച്ചാൽ നടക്കൂലേ? നടക്കും. എന്നിട്ട് അതിലെ മനുഷ്യന്മാർക്ക് നടന്നു പോയിക്കൂടെ? നടന്നു പോകാം. എന്തേ? തുഅ്തിൽ മുൽക, ഇതൊക്കെ അള്ളാന്റെ മുൽക്കാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ ആർക്ക് അധികാരം കിട്ടും? അള്ളാഹു വലിയന് കൊടുക്കാം. അള്ളാന്റെ വലിയല്ലേ നിങ്ങൾക്കെന്താ? അപ്പൊ എന്താ അവരെ എന്തുകൊണ്ടാണ് അവർക്ക് അതൊക്കെ നേടാൻ കഴിഞ്ഞത്? അവരെന്തായതുകൊണ്ടാണ്? അവരെ ആര് കേൾപ്പിച്ചു? സുന്നത്ത് സ്കെച്ചാണ് കൊടലാറ്റം പിടിക്കേണ്ടത്. ഇങ്ങനെ തലകുത്തിന്ന് 5 വല്യമ്മ പറയും കൊടലാറ്റം പിടിക്കും മക്കളെ. ഇജ്ജ് വല്ലാതെ 100 സുന്നത്ത് റക്കായത്തൊക്കെ സുന്നത്ത് സ്കെച്ച് കൊടലാറ്റം പിടിക്കണ്ടടാ. എനിക്കൊരു തവക്കുലിൻ്റെ കഷ്ണം ഉണ്ടായാൽ മതി. എനിക്ക് എന്തില്ല തവക്കുലില്ല. 1000 റക്കായത്ത് സുന്നത്ത് സ്കരിക്കും. ഈ നാടാകെ തവക്കുലിനെ പറ്റി വേറെ പറയും. ഇന്നത്തെ വിഷയം തവക്കുൽ. ഇങ്ങോട്ട് പോരുന്നപ്പോഴും പെണ്ണുങ്ങളോട് പറഞ്ഞ് ബേജാറായി പോകുന്ന ഇനിയിപ്പോൾ SIR ഒക്കെ ഞമ്മക്ക് കിട്ടുമോ? നമ്മളെ വാപ്പ 2002 ഫോൺ ചെയ്യും വോട്ട് ചെയ്തിട്ടില്ല, ഞമ്മക്ക് ഇനി അത് കിട്ടുമോ? അപ്പോൾ ഓള് പറഞ്ഞു നിങ്ങൾ ബേജാറാണ്ടൊക്കെ അതിനൊക്കെ എന്തെങ്കിലും വഴിയുണ്ടാവും. അപ്പം മൂപ്പര് തലയെ കെട്ടുന്ന ഇടയിൽ എന്ത് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ അലിഫും ബാബു അറിയാത്ത ഓളെ തവക്കുൽ വരെ മൂപ്പർക്കില്ല. മൂപ്പര് എന്തിനാ പോണത്? പറയാൻ എന്താണ് ഇന്നത്തെ വിഷയം? തവക്കുൽ. ഞാൻ ആരും കുറ്റം പറയല്ല, കുറ്റം പറയാതെക്കുമല്ല. നിങ്ങളെ തലയെ കെട്ടും പൂട്ടും തൊപ്പറയും താടി അല്ലട ദീന്. ദീനെന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം നീ ആരെ ഏൽപ്പിച്ചു? നിന്റെ റബ്ബ്. അതിനാണ് ഈമാൻ എന്ന് പറയാം. അതിവിടെ ഉണ്ടായിരുന്ന മുൻഗാമികൾക്ക് ഒരു ചുക്കും പേടിയില്ല, ഒന്നിനും പേടിയില്ല. ഒരു മുന്നിൽ നിന്ന കാലത്തും പേടിയില്ല. ഇപ്പോഴും മുഹീദ്ദീൻ ശൈഖിനെയാണല്ലോ വിളിച്ച് പറയുന്നത്. എന്ത്? ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിനി മിൻ അല്ലാഹ് ഫിഹാ മഹാലികുഹു. വഹാബിക്ക് അങ്ങനെ പാടാൻ പറ്റൂല. സുന്നികളായി പാടുന്നതല്ലേ ഇത്? കുത്തുബിയത്തല്ലേ? ആണോ? അല്ലേ? ഇത് കോടാനക്കോടി സുന്നികൾ ഇന്നും പാടുന്നതാണല്ലോ. അപ്പം എപ്പോഴും
ഇജ് 1000 കൊല്ലം മുമ്പ് മരിച്ച മനുഷ്യനോട് പറയാൻ മാത്രം ആ മനുഷ്യൻ ആരാണ്? പറ, യോഗ്യനല്ലേ? അപ്പൊ അതേ അല്ലാഹു അക്ബർ പറഞ്ഞു നടക്കണം. എൻ്റെ അവസ്ഥ എന്താ മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇവിടെ ഒറ്റ വരിന്റെ പൗതിയപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞാൽ തീരൂല. ഇലാഹി മുഅസ്സിസ ശുഊനി ബിഖൈരിൽ ഖൽഖി ഖൈറാ മുഅസ്സിസി ഫവ്വിൽ അംരി, എൻ്റെ കാര്യം ഞാൻ ഏൽപ്പിക്കുന്നു ലിൽ ഇലാഹി, ഇലാഹിലേക്ക്. മുഅസ്സിസൻ, ഞാൻ തന്നെ അടിത്തറ വെച്ചവനായ നിലയിൽ. ശുഊനി, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്തുകൊണ്ടാണ് അടിത്തറ വെച്ചത്? ബിഖൈരിൽ ഖൽഖി, ഖൈറുൽ ഖൽഖ്, ഹബീബായ നബിയെ കൊണ്ട്. എൻ്റെ അടിത്തറ കല്ലും മുട്ടിയല്ല, എൻ്റെ അടിത്തറ, എൻ്റെ അടിക്കല്ല് അല്ലാഹുവിൻ്റെ ഹബീബ. എന്താ പഠിക്കണേ? അതാണ് സുന്നി. ഇവർക്ക് എന്ത് പേടിയാ, സുന്നിക്ക് എന്ത് പേടിയാ? സുന്നിൻ്റെ കൂടെ ആരുണ്ട്? മുത്തുനബിയില്ലേ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടിമയാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടിമ, അതാണ് സുന്നി. സുന്നി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടിമ. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഷിർക്കാവും മൂഹിമും ബിഷിർക്കി എന്നൊക്കെ പറയുന്ന വലിയ വലിയ മൂല്യന്മാരെ എനിക്കറിയാം. റസൂലുള്ളാഹിൻ്റെ അടിമയാകുമ്പോൾ ഷിർക്കൊന്നുമില്ലെങ്കിലും മൂഹിമും ബിഷിർക്കി എന്ന് പറയുന്ന വലിയ വലിയ മൂല്യന്മാരെ എനിക്കറിയാം. അവരുടെ പേര് ഇപ്പോൾ പറയുന്നില്ലെങ്കിലും പിന്നീട് പറയേണ്ടി വന്നാൽ പറയും. അതേ സമയത്ത് സുന്നിയോ ഹുവൽ അബ്ദു ഹഖ്ഖൻ വൽ അബീദു വൽ അനാമു അബീദു അല്ലേ? അങ്ങനത്തെ വെയ്ത്ത് കഴിഞ്ഞില്ലേ? ഹുവൽ അബ്ദു ഹഖ്ഖൻ, യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ അടിമ മുത്തുനബിയാണ്. വൽ അനാമു അബീദു, ഈ കാണുന്ന സൃഷ്ടികളെല്ലാം റസൂലുള്ളാഹിന്റെ അടിമകളാണ്. അള്ളാഹിന്റെ അടിമയാകാൻ മാത്രമൊന്നും ഇല്ല. ജൈനില്ല, അപേക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ. ഇജിപ്പോ ആരടിമയാകും? റസൂലുള്ളാഹിന്റെ അടിമയാകും. അതിനേ ഇജ്ജുള്ളൂ, അതിനല്ല ഇജ്ജില്ല. എത്രാമത്തെ വരിയാണ് മോനെ അത്? എത്ര? 41ാമത്തെ പേജിൽ ആദ്യത്തെ വരി. ഹുവൽ അബ്ദു ഹഖ്ഖൻ വൽ അനാമു അബീദു. അതെ. فكلي يا مختار كلي لدى الجدث. هو നബിയാണ് അൽ അബ്ദു, അല്ലാഹുവിന്റെ അബ്ദു ഹഖ്ഖൻ. പരിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തുൽ അലഖ്, അലഖിൽ പോലും അബ്ദ് എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. റഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഅബാലയത്തിന്റെ മുന്നിലേക്ക് നിസ്കരിക്കാൻ വരുമായിരുന്നു അത്രേ. അപ്പോൾ അബൂ ജഹൽ അടക്കമുള്ളവർ എന്ത് പറഞ്ഞു? ലൗ റഅയ്ത മുഹമ്മദൻ, ഇനി എങ്ങാനും മുഹമ്മദ് യസ്ജുദു, കഅബാലയത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതായി ഞാൻ മുഹമ്മദിനെ കണ്ടാൽ ലഅതഅന്ന അലാ ഉനുഖി, മുഹമ്മദിന്റെ പിരടിയിൽ ഞാൻ ചവിട്ടും. നഊദുബില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പറഞ്ഞ ആയത്താ റഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. നിസ്കരിക്കുന്ന ഒരു അടിമണ്ടി എനിക്ക്, അത് മുഹമ്മദ് മുസ്തഫയാണ്. വേറെ ഒരുത്തൻ തടയാൻ നടക്കുക. ഓനും അള്ളാഹിന്റെ അടിമ തന്നെയാണ്. പക്ഷെ അള്ളാഹ് അടിമ എന്ന് പറഞ്ഞില്ല. അടിമ ആരാണ്? മുഹമ്മദ്. ഹുവൽ അബ്ദു ഹഖ്ഖൻ വൽ അനാമു അബീദു. എല്ലാ സൃഷ്ടിജാലങ്ങളും മുത്തുനബിയുടെ അടിമകളാണ്. ഫകുല്ലി യാ മുഖ്താർ, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവനെ അങ്ങ് എനിക്കാകണം. ഞാൻ ഖബറിൽ എത്തുന്ന നേരത്ത് എനിക്ക് പ്രത്യേകിച്ചുമാകണം. ഹുവൽ അബ്ദു ഹഖ്ഖൻ വൽ അനാമു അബീദു ഫകുല്ലി യാ മുഖ്താർ കുല്ലി ലദൽ ജദത് വകുല്ലി മുഹിബ്ബിൻ ഫിൽ മുരീബി അസ്രിഹാ അഗ്ഥഹു സരിഅൻ യാ കരീമു അഗ്ഥ لدى القبر مهما يسأل العبد عنكم فقل خادمي واشفع
عليك صلاة الله ثم سلامه تقيني شر السحر النافث النفث يا الله. അപ്പൊ പറഞ്ഞു ഓക്കെ. അപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടിമകളെ നമ്മളൊക്കെ അള്ളാഹു. അപ്പൊ ഞാൻ മുഅസ്സിസൻ ഉഫവ്വിലു മടങ്ങിക്കളി 50-ാമത്തെ പേജിലേക്ക്. ഉഫവ്വിലു ഞാൻ ഏൽപ്പിക്കുന്നു അംരി എന്റെ കാര്യം ലില്ലാഹി ഇലാഹിലേക്ക് മുഅസ്സിസൻ ഞാൻ തന്നെ അടിത്തറ ഇട്ടവനായ നിലയിൽ ശൂനി എൻ്റെ സകല കാര്യങ്ങൾക്കും ഞാൻ അടിത്തറ ഇട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അടിത്തറ വെച്ചിട്ടുള്ളത്? ബിഖൈരിൽ ഖൽഖ്, ഖൈറുൽ ഖൽഖായ ഹബീബായ നബിയെ കൊണ്ട്. ഒരു പേടിയില്ല, എൻ്റെ റസൂലല്ലേ എനിക്ക്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വർക്കത്തുണ്ട്. അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട. സുന്നിയായ മതി, സുന്നിയാകണം. സുന്നിയത് പറഞ്ഞാൽ പോരാ, സുന്നിയത് പറയാൻ എളുപ്പ. സുന്നിയാകെ പണിയാ. സുന്നി ഉണ്ടായി കിട്ടൂല. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പണി സുന്നിയാകല. സുന്നി എന്ന് പറഞ്ഞാൽ അവൻ്റെ നഫ്സ് അവൻ അടിത്തറ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് പണ്ട് എന്താ പറയുക, സഹീൽ ബിൻ അബ്ദില്ലാ തങ്ങൾ ഒരു തഫ്സീർ പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ട്. النبي أولى بالمؤمنين من أنفسهم. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഓർമ്മ ഉണ്ടോ? من لم ير نفسه في ملك الرسول من لم ير نفسه في ملك الرسول لم يذق حلاوة سنتي. ഇത് വേറെ വാക്കും കൂടി ഉണ്ട്. മല്ലം യറ നഫ്സഹു ഫി മിൽക്കിർ റസൂൽ, ഞാൻ നബിയുടെ ഉടമസ്ഥതയിലാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലം യദുഖ് ഹലാവത സുന്നതി, സുന്നത്തിന്റെ മധുരം അനുഭവിക്കാൻ അവന് കഴിയുകയില്ല. അപ്പോൾ വഹാബിയുടെ താടിയോ, വഹാബിയുടെ താടി, ആ താടിയെ പറ്റി എന്താ മനസ്സിലാക്കേണ്ടത്? സുന്നത്തിന്റെ ദൗഖ് അവനില്ല, ഈ കാട്ടിക്കൂട്ടലേ ഉള്ളൂ. അപ്പൊ എവിടുന്നാ സുന്നത്ത് തുടങ്ങണത്? അവൻ എന്ത് ചെയ്യണം? അവന്റെ നഫ്സിനെ ആർക്ക് ഏൽപ്പിക്കണം? അഭിമാനിക്ക്. മല്ലം യറ നഫ്സഹു ഫീ മിൽക്കി റസൂലി. പിന്നെ ഒരു വാക്കും കൂടി ഉണ്ടാവും, ലം യദുഖ് ഹലാവത സുന്നതി. തിരിച്ചു വരി. ഫവ്വീൽ അംരി ലില്ലാഹി മുഅസ്സിസ. എന്തുകൊണ്ട്? അത് ലോകത്തിന്റെ ഒരു കനകാണ്. അതുപോലെ ഒന്നുമില്ല. എന്താ അറിയൂല, നമുക്ക് എന്താ അറിയൂല, എന്താണ് അറിയില്ല. ഈ ഇരിക്കണ മാഷ് ഇന്നലെ എന്നോട് ചോദിച്ചു, എന്താ റസൂലുള്ളാഹിക്ക് ആൺകുട്ടികൾ നിലനിൽക്കാതിരുന്നത്? നിലനിൽക്കാൻ പാടില്ലാത്തതുകൊണ്ട് നടക്കൂല. വലം യറ ഫി ജമീഇൽ അഹ്വാൽ, അവൻ്റെ സകല അവസ്ഥകളിലും അവൻ്റെ യഥാർത്ഥ വലിയ നബിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അപ്പോൾ നബിയുടെ ഉടമസ്ഥയിലാണെന്നും അവൻ്റെ എല്ലാ കാര്യത്തിൻ്റെ അധികാരം ആർക്കാണ്? നബിക്കുമാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലം യദുഖ് ഹലാവത്ത സുന്നത്തിഹി, നബിയുടെ സുന്നത്തിൻ്റെ മധുരം അനുഭവിക്കാൻ അവന് കഴിയൂല. ആ താടി വെറുതെയാണ്, ആ താടിൻ്റെ സുഗന്ധം കിട്ടൂല. കിട്ടുന്നവർക്ക് കിട്ടും. 100ാമത്തെ വയസ്സിലാണ് അനസ് ഇബ്നു മാലിക് മരിക്കുന്നത്. 20ാമത്തെ വയസ്സായപ്പോഴത്തെ റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. പിന്നെ 80 കൊല്ലം ജീവിക്കാണ് ആര്? അനസ്. ആ അനസ് പറയാണ്, റസൂലുള്ളാഹി എൻ്റെ ഈ കവിളിൽ തടയുന്ന ഇവിടുന്ന് എനിക്ക് കസ്തൂരി വാസനിക്കും എപ്പോഴും. എന്നിട്ട് എത്ര കുളി കുളിച്ചു, എത്ര സോപ്പ് വെച്ചു, ഇപ്പോഴും എനിക്ക് ഇവിടുന്ന് കസ്തൂരി വാസനിക്കും. എന്ത്? ആരാളാ? നബിൻ്റെ ആളാ.
നബീൻ്റെ തവളിലും തലോടിയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ നിനക്ക് കസ്തൂരി വാസനിക്കും. അങ്ങനത്തെ ഒരു സുഗന്ധമില്ല. എന്ത് എൻ്റെ കവിളിൽ പുണ്യ റസൂൽ താലോലിച്ചിട്ടുണ്ട് ഒരിക്കൽ. ആ കയ്യെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പം അതന്നെ കുറച്ച് പഠിച്ചാൽ മതിയടാ. പഠിച്ച് തലയൊക്കെ കയറണം, പിന്നെ പേടിക്കണ്ട. പിന്നെ ഇജാര ചട്ടിയിലെ മീന് അത്രഞ്ഞ് ചട്ടിയിലെ മീനല്ലേ, ഇങ്ങോട്ടും ഒക്കെ. ഇജ് നബിയുടെ മുന്നിൽ ആരാ? മയ്യത്ത് കുളിപ്പിക്കണ കയ്യിൽ മയ്യത്ത് കിടക്കുമ്പോഴല്ലേ ഇജ് കിടക്കണത്? അങ്ങോട്ടും ഒക്കെ ആക്കാം. ഇജൊന്നുമല്ല, മയ്യത്തിന് അധികാരമില്ലല്ലോ, എനിക്കും അധികാരമില്ല. അധികാരം ആർക്കാ? അള്ളാഹുനും അള്ളാഹിൻ്റെ ഹബീബിനും ഹബീബ് ഏൽപ്പിച്ച മഹാന്മാർക്കുമാണ്. നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പേടിക്കണ്ട. ഈ ക്ലാസ് ഈമാൻ കൂട്ടാൻ വേണ്ടിയാ. ഈമാൻ കുറെ അർത്ഥം വെച്ച് പോയാൽ പോരാ. ഫവാസ് ഏതായാലും അത് ഓർത്തല്ലോ, എന്നോ ഞാൻ പറഞ്ഞു കൊടുത്തതാ. അൽഹംദുലില്ലാഹ്, ഓൻ എൻജിനീയറാ, ഓൻ വലിയ എൻജിനീയറാണ്, മദ്രാസിൽ ജോലിക്കാരനാ. ഓൻ അന്തണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് അന്തണ്ടായി? ഓൻ ഈ പണിയോ മൗലിയരല്ല, ഓൻ എൻജിനീയറാ, കമ്പ്യൂട്ടർ എൻജിനീയറാ. ഓൻ മദ്രാസിലൊരു കമ്പനിയിൽ ജോലി ചെയ്യുക. ഇന്നിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ മദ്രാസിലേക്ക് തിരിച്ചു പോകും. ഓനത് ഓർമ്മയുണ്ട്. നമ്മൾ എന്ത് ഓർമ്മ ഉണ്ടാവും? നമ്മളത് ആത്മാർത്ഥമായി ചെയ്യണം. ആത്മാർത്ഥം അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. അയാൾ കേട്ടപ്പോൾ നല്ല രസം, പിന്നെ കിട്ടണില്ല ഉസ്താദ്. താങ്കൾ പറഞ്ഞു എന്ത് അതിൻ്റെ ചുരുക്കച്ച് കേട്ട്, അതിൻ്റെ ഏലക്കം, അതിൻ്റെ ആ ഏലക്കച്ച് ഇങ്ങനെ കേട്ടു. അതിൻ്റെ അസൽ എൻ്റെ കൽബിലേക്ക് ഇറങ്ങിയില്ല.